ചെയ്യുമ്പോൾ ഉമർ അബ്ദുൽ വാഹിദ് എഴുതിയ സച്ചിന്തയിലൂടെ സ്വാഗതം എന്ന ആരോഗ്യമെന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ സ്വാഗതം. ആദ്യമായി സ്റ്റേജിലേക്ക് ഗസ്റ്റായി വന്നിട്ടുള്ള ശ്രീമതി ശൈലജ, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. ഡോക്ടർ താജ് ആലുവ, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. മിസ്റ്റർ റൌഫ് പൂന്തോട്ടി, Sana, please come. New writer Umair Abdul Wahid, please welcome to the stage. Smita Adarsh, please welcome to the stage. സ്വാഗതം പേരാണ് എന്നെ ദൗത്യം. മുഖ്യ പ്രഭാഷണമാണ് പുസ്തകത്തെപ്പറ്റിയും മറ്റു കാര്യങ്ങളും മേലാവുന്നവർ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വേദിയിലിരിക്കുന്ന മികച്ച വാഗ്മിയും എൻ്റെ ഗുരുവും ഗ്രന്ഥകാരനുമായ ഡോക്ടർ താജ് ആലുവ, HKM സ്കൂൾ പ്രിൻസിപ്പലും ഒലീവ് സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായ ശൈലജ കുമാരി, DPS മോണാർക്ക് ഇൻ്റർനാഷണൽ സ്കൂൾ അധ്യാപികയും എഴുത്തുകാരിയുമായ സ്മിത ആദർശ്, നടുമുറ്റം പ്രസിഡന്റ് സെന, ഖത്തറിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനായ അബ്ദുറഹൂഫ് കൊണ്ടൂട്ടി, അബ്ദുൽ വാഹിദ് എന്നിവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹപ്രവർത്തകർ, അവരൊക്കെ എന്നെ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് കിട്ടിയ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എഴുത്തും വായനയും യന്ത്രവൽക്കരിക്കുന്ന ഈ കാലത്ത് മുൻ തലമുറ ഇട്ടേച്ചു പോയ മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. നാം ജീവിച്ചു എന്നതിന് തെളിവായി നമ്മൾ എന്തെങ്കിലും ഒന്ന് രേഖപ്പെടുത്തുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായി മാറുന്നത്. എനിക്ക് മലയാള സാഹിത്യം വലിയ വശമില്ലെങ്കിലും 2017 ചെറിയ എഴുത്തുമായി എൻ്റെ അനുവാചകരുമായി പങ്കുവെക്കുകയുണ്ടായി. അങ്ങനെ 2024 ആകുമ്പോഴേക്ക് അത്യാവശ്യം ഒരു പിടി എഴുത്തുമായി പുസ്തക രൂപത്തിലാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ക്ഷമയും സ്ഥിരോത്സാഹവും നമ്മൾ മാറ്റിമറിക്കുന്നതിൽ ആദ്യത്തെ ചിന്തപാഠമാണ് ഈ പുസ്തകം. പല തുള്ളി പെരുവെള്ളം നിറയില്ലേ, അതേപോലെ മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ ചിന്തയുണ്ട്. വലിയ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിലും ചെറിയൊരു ചിന്തയാണ്. എന്നാൽ ആക്രമണത്തിനും മറ്റും ഉപയോഗിക്കുന്നത് ദുശ്ചിന്തയാണ്. പഠിച്ചവൻ കാത്തു രക്ഷിക്കട്ടെ. പ്രയാസപ്പെടുന്ന പലസ്തീൻ ജനതയെ നാഥൻ മോചിതരാക്കട്ടെ. ടെക്നോളജിയുടെ കാലം നമുക്കൊക്കെ അനുഗ്രഹമാണ്. പെന്നും പുസ്തകവും നോക്കി നടക്കണ്ട, എല്ലാം നോട്ട്പാഡിലും എഴുതി വെച്ചാൽ മതി. അങ്ങനെ എല്ലാ അറിവും വിരൽത്തുമ്പിൽ കിട്ടുമ്പോൾ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട്. ഓരോ ക്യാപ്സ്യൂൾ രൂപത്തിലാണ് എൻ്റെ എഴുത്തുകളൊക്കെ. അൽഹംദുലില്ലാഹ്, പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ എഴുത്തെഴുതാൻ സാധിച്ചതും വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. പായൽ ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ. അവർക്ക് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതേപോലെ മാധ്യമം പത്രം, അവരാണ് ഇത് മിനിസ്ട്രി അപ്രൂവലൊക്കെ നേടിയെടുത്തത്. അവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹം, സന്തോഷം.
പുസ്തക പ്രകാശനമാണ്. അതിനായി ശൈലജകുമാരി, ഒലീവ് സ്കൂൾ, പ്ലീസ് വെൽക്കം. വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തികളെ, ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ സഹോദരിയുടെ, ഞാൻ അങ്ങനെ തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്, സച്ചിന്തകളാണ് ഈ പുസ്തകത്തിലൂടെ നമ്മിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ 2-3 വർഷം മുന്നേ കണ്ടിരുന്നു. അന്നു മുതൽ ആ മനസ്സിലുണ്ടായിരുന്ന നല്ല ചിന്തകൾ എൻ്റെ കൂടെ കുറെ സമയം സംസാരിക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഈ സാമൂഹ്യ പ്രവർത്തകര് അവർ നന്മ ചെയ്യുന്നത് അവരുടെ പ്രവൃത്തിയിലൂടെയാണ്. ഇവിടെ ആ നന്മയിലൂടെ മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്നു. ഇതുപോലെ തന്നെയാണ് ഇദ്ദേഹവും. അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരാണെങ്കിൽ അവരുടെ വാക്കുകളിലൂടെയാണ് നന്മ പ്രകാശം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പുസ്തകത്തിലൂടെ നന്മ കിട്ടട്ടെ. പിന്നെ അതുപോലെ തന്നെ ഇത് വായിച്ച് നല്ല ചിന്തകൾ അവരിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു. ശൈലജ ടീച്ചറുടെ അടുത്ത് നിന്ന് ഏറ്റുവാങ്ങിക്കുന്നത് സനയാണ്. എല്ലാവർക്കും അവസരം ഉണ്ടാവും പുസ്തകം കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകാരി ഹുമൈറ അബ്ദുൽ വാഹിദ്, ഇത് പ്രകാശനം ചെയ്ത ഒലിവ് സ്കൂൾ പ്രിൻസിപ്പൽ ശൈലജ കുമാരി, നടുപുറ്റം പ്രസിഡന്റ് സന നസീം, സ്മിത ആദർശ്, സാമൂഹിക പ്രവർത്തകൻ റൌഫ് കൊണ്ടോട്ടി, അബ്ദുൽ വാഹിദ്, സർവോപരി ഇന്നത്തെ സായാഹ്നത്തെ സമ്പന്നമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൈവത്തിന്റെ രക്ഷയും സമാധാനവും എല്ലാവരും വർഷിക്കുമാറാകട്ടെ. സച്ചിന്തയുടെ ആരോഗ്യം, ഇതിന്റെ ഒരു ക്രെഡിറ്റ് ചെറുതായിട്ട് ഞാൻ എടുക്കണം. ഇതിന്റെ ടൈറ്റില് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉമ്മയുടെ വർക്കാണ്. എനിക്ക് ഈ പുസ്തകം ശരിക്കും പൂർണ്ണമായിട്ട് വായിക്കാൻ പറ്റിയത് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം. ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാവർക്കും വായിച്ചു തീർക്കാവുന്ന പുസ്തകമാണ്. അതുകൊണ്ട് ആരും ഇത് വായിക്കാതിരിക്കരുത്. ചെറിയ ഇങ്ങനത്തെ ഒരു പുസ്തകം വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ക്യാപ്സൂളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകം. അത്ര മതി ഇന്നത്തെ കാലത്ത്. സ്പീഡ് അല്ലെ, നമ്മളെല്ലാവരും സ്പീഡ് ആഗ്രഹിക്കുന്നവരാണ്. എത്രയും പെട്ടെന്ന് എല്ലാം തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോഴും നമ്മുടെ ചിന്ത ഇതിനുശേഷം എവിടെ പോകുന്നു എന്നുള്ളതാണ് മിക്കവാറും എല്ലാവരും. എനിക്കടക്കം അടുത്തൊരു പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ ആശംസാ പ്രസംഗം ആദ്യം ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. അല്ലെങ്കിൽ റൌഫ് കൂടി ഇരിക്കുമ്പോ ഞാൻ നടത്തേണ്ടതല്ല. ഇതില് എനിക്ക് ഏറ്റവും പ്രസക്തവും അതോടൊപ്പം അതീവ പ്രാധാന്യമുള്ളതുമാണെന്ന് തോന്നിയ ചില വിഷയങ്ങൾ, നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരുപാട് സംഗതികൾ, ചിന്തകൾ മുതൽ സമയത്തിന്റെ ഉപയോഗം മുതൽ ആരോഗ്യത്തെ പരിപാലിക്കേണ്ടതിന്റെ ആവശ്യകത മുതൽ
ആളുകളുമായിട്ടുള്ള ഇടപെടലുകൾ, പെരുമാറ്റങ്ങൾ, നോട്ടം, ചിന്ത, കേൾവി, കാഴ്ച ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അത് വളരെ ചെറിയ ചെറിയ വാചകങ്ങളിലൂടെ സിമ്പിളായിട്ട് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ വിശാലമായ ആശയങ്ങളുള്ള വാചകങ്ങൾ. ക്യാപ്സൂൾ എന്ന് പറയുന്നത് അതാണ്. ഒരു പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ഒരു വാചകം ഞാൻ പറയുകയാണെങ്കിൽ, സത്യം സത്യം പറയുന്നതിന് നമുക്ക് ശക്തി വേണം, നമുക്ക് അല്ലെങ്കിൽ ധൈര്യം വേണം. പക്ഷെ കളവ് പറയാൻ അല്ലെങ്കിൽ അസത്യത്തെ പ്രതിനിധീകരിക്കാൻ ഒട്ടും ധൈര്യം ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പരിതസ്ഥിതിയെ കുറിച്ച് നോക്കുമ്പോൾ വളരെ പ്രസക്തമായ ഒരു വാചകമാണ്. അതായത് നുണ പറഞ്ഞുകൊണ്ടേയിരിക്കാം. മറ്റുള്ള മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്നതിനും അവർ തമ്മിൽ വേർതിരിവുണ്ടാക്കുന്നതിനും തമ്മിൽ അടുപ്പിക്കുന്നതിനും ഒക്കെ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് കളവാണ്. പക്ഷെ അത് പറയാൻ ഒരു ധൈര്യം ആവശ്യമില്ല. പക്ഷെ ആ കളവ് പറയുന്നതിന്റെ മുമ്പിൽ മനുഷ്യ സ്നേഹത്തിന്റെ, മാനുഷികമായ ഐക്യത്തിന്റെ, മനുഷ്യരെ തമ്മിൽ ചേർത്ത് പിടിക്കുന്നതിന്റെ, അവരെ യോജിപ്പിക്കുന്നതിന്, അവരെ തമ്മിൽ അനുരഞ്ജനം ഉണ്ടാക്കുന്നതിന് നമുക്ക് ധൈര്യം വേണം. നല്ല വാക്ക് പറയാനുള്ള ധൈര്യം വേണം. ആ ധൈര്യം എല്ലാവർക്കും ഉണ്ടാവില്ല. അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ്. ഇത് എല്ലാ വിഷയത്തിലും ബാധകമാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും. ഒരു തിന്മ കാണുമ്പോൾ, സമൂഹത്തിൽ ഒരു തിന്മ കാണുമ്പോൾ ആ തിന്മയെ എതിർക്കാൻ നമുക്ക് ധൈര്യം വേണം. ആ ധൈര്യം ഇല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ പോലെ ഈ മറ്റേ ഒരു എന്താ പറയാ, മോശം ആളുകളുടെ മോശം പ്രവർത്തനമല്ല നമ്മളെ ദുഃഖിപ്പിക്കേണ്ടത്, മറിച്ച് നല്ല മനുഷ്യരുടെ സൈലൻസ് ആണ്, നല്ല മനുഷ്യരുടെ നിശബ്ദതയാണ് നമ്മളെ ദുഃഖിപ്പിക്കേണ്ടത്. മോശം മനുഷ്യരുടെ ദുഷ്കർമ്മങ്ങളെക്കാൾ നമ്മളെ ദുഃഖിപ്പിക്കേണ്ടത് നല്ല മനുഷ്യരുടെ സൈലൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് സൈലന്റ് ആയിരിക്കാൻ, നിശബ്ദമായിരിക്കാൻ ഒരു വകുപ്പില്ല. വാസ്തവത്തിൽ ഹുമയൂൺ അബ്ദുൽ വാഹിദ് ഗ്രന്ഥത്തിലൂടെ ചെയ്യുന്നത് തനിക്ക് നിശബ്ദമായിരിക്കാൻ കഴിയില്ല എന്നുള്ള അതിമഹത്തായ പ്രഖ്യാപനമാണ് ഈ പുസ്തകത്തിലൂടെ നടത്തുന്നത്. അവരതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അഭിനന്ദനം അറിയിക്കുന്നു. ഞാൻ പറയുന്നത് നമ്മൾ എത്ര ഇവിടെ അവര് തന്നെ പറഞ്ഞു, എനിക്ക് മലയാള ഭാഷയെ കുറിച്ച് അത്ര, അല്ലെങ്കിൽ സാഹിത്യം അത്ര, ഞാൻ പറയുന്നത് എഴുതാനും നമ്മുടെ ആശയം പ്രകടിപ്പിക്കാൻ അത്ര വലിയ ഭാഷയൊന്നും ആവശ്യമില്ല. ചെറിയ ചെറിയ വാക്കുകളിലൂടെ നമ്മുടെ വളരെ ലളിതമായ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലൂടെ എഴുതുന്നതാണ് ഒരുപാട് കട്ടിയുള്ള, ഒരുപാട് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് എഴുതുന്നതിനേക്കാളൊക്കെ നന്നാവുക. കാരണം അതാണ് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഏറ്റവും പ്രധാനം ആളുകളുടെ അവരുടെ ഹൃദയത്തെ സ്പർശിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഈ പുസ്തകത്തിന്റെ ഒരു അനന്തരഫലമായി, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ, മറ്റൊരു പാർട്ടായിട്ട് അവർ ചെയ്തിരിക്കുന്നു. അതാണ് ഒരു പാവപ്പെട്ട കുട്ടിയുടെ, അല്ലെങ്കിൽ വലിയൊരു തുക ആവശ്യമായി വരുന്ന ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഈ പുസ്തകത്തിന്റെ നല്ലൊരു ശതമാനം അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതും പ്രകീർത്തിക്കപ്പെടേണ്ട മനസ്സാണ്, നമ്മൾ അഭിനന്ദിക്കേണ്ട മനസ്സാണ്. അതായത് തന്റെ ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു സന്ദർഭത്തിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം, ഇതിന് ചെലവാണ് ഉണ്ടാവുക, കാരണം വരുമാനം എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് പറഞ്ഞില്ല. പക്ഷെ എന്നിട്ട് പോലും അത് ചെലവഴിക്കാൻ കാണിക്കുന്ന മനസ്സ്, അതൊക്കെ തന്റെ പുസ്തകത്തിൽ എഴുതിയ ആശയങ്ങളുടെ പ്രായോഗികമായ ഒരു പ്രതിഫലനമാണ് അതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഈ ഒരു സംരംഭത്തിന് എന്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഈ പുസ്തകത്തിലെ ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, പ്രകാശിതമാക്കാൻ, ഈ പുസ്തക പ്രകാശനം പോലെ ഇതിലെ ചിന്തകളെ പ്രകാശിതമാക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Mr. Rauf Kundotty ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം സർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം പ്രിയ സഹോദരി സഹോദരന്മാരെ. സത്യത്തിലൂടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ പുഞ്ചിരിയും ഒരു ധർമ്മമാണ് എന്നുള്ള ഏറ്റവും വാക്ക്, പ്രവാചകന്റെ വാക്ക്, അത് എത്രത്തോളം ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഞാനൊക്കെ എപ്പോഴും പറയാം, ഞാൻ ചായ കുറച്ച് ഇഷ്ടപ്പെടുന്നതാണ്. ഒരു കട്ടൻ ചായ ഒതുക്കിയിട്ട് കഴിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ലോകത്ത് പലതും ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഈ പുസ്തകത്തിൽ ഞാൻ ജസ്റ്റ് ആണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത് ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തിന്
അവരുടെ എങ്ങനെ അവരുടെ വായനയെ കോർത്തിണക്കാം എന്നുള്ളതിൻ്റെ ഒരു ഗവേഷണം കൂടെ നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ ആ സ്ക്രീൻ ലെങ്ത്തിന്റെ അപ്പുറത്തേക്ക് കടന്നാൽ അത് പിന്നീട് ആരും ശ്രദ്ധിക്കില്ല. ഇത് ഇങ്ങനെ കൊച്ചു കൊച്ചു സെന്റൻസുകളായിട്ട് കൊടുത്തതുകൊണ്ട് അത് അറിയാതെ അങ്ങനെ തന്നെ അത് വായിച്ചു പോകും ചെയ്യും. ഇതിൽ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നിയ ചിന്തകളെ അത് കുറിച്ചു വെച്ചു അതിനൊരു പുസ്തകമാക്കി എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ഒരുപാട് എഴുത്തുകാർ നമ്മുടെ സഹോദരി ചിന്താകർഷകർക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഞാനെപ്പോഴും പ്രവാസത്തെ അങ്ങനത്തെ അർത്ഥത്തിൽ തീർച്ചയായും ഒരു സാർത്ഥകമായി കാണുന്ന ഒരാളാണ്. പ്രവാസത്തിൽ നിന്നുള്ള രചനകളെ അല്ലെങ്കിൽ പ്രവാസത്തെ കുറിച്ചുള്ള രചനകളെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ എൻ്റെ അഭിപ്രായത്തിൽ 99% നെഗറ്റീവ് ചിന്തകളെ കുത്തി നിറച്ച ആടുജീവിതങ്ങളാണ്. ഞാൻ അതിനോട് ഒരു പരിധി വരെ മാത്രമേ യോജിക്കുള്ളൂ. ഞാനും നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഹുമൈറനെ പോലുള്ള എൻ്റെ സഹോദരിക്ക് ഇങ്ങനത്തെ ഒരു പുസ്തകം എഴുതാൻ പറ്റിയത് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ പ്രവാസിയാണ്, അല്ലേ? അല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മളുടെ ചിന്തകൾ, എനിക്ക് പറയാനുള്ളത് ഇതുപോലെ കഴിവുകളുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ കഴിവുകൾക്ക് ഒരു ഇടം ഇവിടെ ഉണ്ട്. അതിനെ നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആളുകൾ അതിലേക്ക് കടന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിവിടെ അടുത്തൊരു പുസ്തകം, പ്രവാസി സാഹിത്യത്തെ കുറിച്ചുള്ള മുഴുവനുള്ള ഒരു പുസ്തകം 65 ലേഖകന്മാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം വായിച്ചിട്ട് അതിൽ 65 ആളുകൾ എഴുതിയാൽ എവിടെയെങ്കിലും ഒരു പോസിറ്റീവിന്റെ കണം കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. അവിടെയാണ് സച്ചിന്തയിലൂടെ ആരോഗ്യം എന്നുള്ള രൂപത്തിലൂടെ നല്ല വാക്കുകളെ പോസിറ്റീവായിട്ടുള്ള ഒരു വാക്കിലൂടെ കടന്നു വരുന്ന നല്ല ഒരു എഴുത്ത്, അതൊരു ആരംഭമാണ്. ഇങ്ങനെ തന്നെ നിങ്ങളുടെ എഴുത്തുകളെ ഒരൊറ്റ കാര്യങ്ങൾ അടക്കമുള്ള എഴുത്തുകാരികളോട് എനിക്ക് പറയാനുള്ളത് പ്രവാസത്തെ കുറിച്ച്, ഇവിടെ ഉണ്ടായ പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ച്, അതിലൂടെ വളർന്നു വന്ന ആളുകളെ കുറിച്ച്, താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ആളുകളെ കുറിച്ച്, അവരെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാ മേഖലകളിലുള്ള ആളെ കുറിച്ച് ഒരു കഥയോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ തയ്യാറാക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഈ പ്രവാസത്തോടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മമായിരിക്കും നമ്മുടെ ക്ലീശേ വേർഡുകളായിട്ടുള്ള മരുഭൂമി, ഈത്തപ്പന, ആട്, ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില അഭിമാനങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, നമ്മുടെ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ, ഞാൻ വരുന്നത് കൊണ്ടോട്ടിയിൽ നിന്നാണ്. കൊണ്ടോട്ടിയിൽ നിന്ന് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്ന ഭാഗത്ത് മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രവാസി തട്ടുകടാണ്, പ്രവാസി ഓട്ടോ, ഇങ്ങനെ അത് മുഴുവനും ഇവിടെ നിന്നുണ്ടായതാണ്. നമ്മളൊരു നല്ല വാക്കുകൾ കേൾക്കുന്നില്ല. ഒരു പ്രശസ്തനായിട്ടൊരു പാട്ടെഴുത്തുകാരനോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തടിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, സഹോദരൻ. അദ്ദേഹം പറഞ്ഞത് there is no market for that. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ നിന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തരം ഒരു പുസ്തകം കൊണ്ടുവന്നതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഈ പുസ്തകം വായിച്ച് അതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായങ്ങൾ നമ്മളെല്ലാവരും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആ സ്ക്രീൻ ലെങ്ത്തിൽ ഒന്ന് എഴുതണം എന്നുകൂടെ പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ നടുമറ്റ എന്ന വനിതാ സംഘടനയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഹുമൈർ താൻ എനിക്ക് നടുമറ്റത്തോടുകൂടിയാണ് അറിയുന്നത്. അതിൽ ഏറ്റവും ബാക്കിയുള്ള വനിതകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ഓരോരോ ചിന്തകൾ കുറിച്ചിടുന്ന, സ്റ്റേറ്റസ് ആയി വരുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്ന വളരെ ക്ലീനായ നന്മ നിറഞ്ഞ ചിന്തിപ്പിക്കുന്ന ഒരു ചിന്തകൾ അതാണ് കുറിച്ചിടുന്ന ഒരു വ്യക്തിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു നിമിഷത്തിനെങ്കിലും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഈ പറഞ്ഞ നന്മ നിറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ബിസി ലൈഫിൽ ഒന്ന് നമ്മൾ റിഫ്ലക്ട് ചെയ്ത് നമ്മൾ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്ന അങ്ങനെ ഒരാൾ. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പ്രവാസ ജീവിതം ഏറ്റവും വിനിയോഗിക്കാൻ പറ്റുന്നത് തിരിച്ചറിയാൻ എല്ലാവർക്കും നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടല്ലോ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിനിയോഗിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷെ ഇന്നിവിടെ മരുന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ചിന്തിച്ച് എഴുതി പിന്നെ അത് സമാഹരിച്ച് പിന്നെ പുസ്തക രൂപത്തിൽ ആക്കിയെടുക്കുക എന്നത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവും ഫസ്റ്റ് ടൈം ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ്. ജീവിതത്തിൽ ഉടനീളം ഇത് ഏറ്റവും പ്രിയപ്പെട്ട
പുസ്തകമായിരിക്കും നിർത്താക്ക്. എന്തായാലും എല്ലാ നന്മകളും നേരുന്നു. കൂടുതൽ ഇനിയും എഴുതാനും നന്മ നിറഞ്ഞ കാര്യങ്ങൾ എഴുതാനും കഥകളും എല്ലാതും എഴുതാനും സാധിക്കട്ടെ. ഈ പുസ്തകത്തിന് പറ്റാവുന്ന എല്ലാ പുരസ്കാരങ്ങളും നേടാൻ സാധിക്കട്ടെ. നടുമറ്റത്തിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും എല്ലാ നന്മയും സന്തോഷവും സ്നേഹവും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എഴുത്തുകാരി സ്മിത ആദർശ്, പ്ലീസ് വെൽക്കം. നമസ്കാരം. വേദിയിലിരിക്കുന്നവരോടും സദസ്സിലിരിക്കുന്നവരോടും ഒരുപാട് സ്നേഹം. ഇവിടെ ഹുമൈറയ്ക്ക് ഞാനും തമ്മിലൊരു ബന്ധം എന്ന് പറയുന്നത് അക്ഷരബന്ധമാണ്. അക്ഷരം എന്നത് തന്നെ ക്ഷരമില്ലാത്തത് അല്ലേ, അതായത് നശിക്കാത്തത്. ഇപ്പോൾ എനിക്ക് മുമ്പ് പറഞ്ഞവരെല്ലാവരും പറഞ്ഞത് തന്നെ എത്ര നന്നായി പ്യൂരിഫൈഡ് തോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും മുമ്പ് വായിച്ചിട്ടുള്ള ഏത്, പക്ഷെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. വളരെ നമ്മൾ ഹൈക്കു കവിതകൾ എന്നൊക്കെ പറയും അല്ലെ, അതായത് 2 ലൈൻ കവിതകൾ, 2 ലൈനിൽ എഴുതുന്ന വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള പോംസ്. അപ്പൊ അതുപോലെയാണ് എനിക്ക് ഇതെന്ന് തോന്നിയത് കണ്ടപ്പോൾ. വളരെ ഹൈക്കു തോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു അത് അപൂർവങ്ങളാണെന്ന്. ശരിയാണ്, വളരെ അപൂർവങ്ങളാണ്. കാരണം നമുക്ക് എന്ത് പറയാനുണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാനുള്ളത് മനസ്സിൽ തുറന്നങ്ങോട്ട് ഒരു മഴവെള്ളം പോലെ അങ്ങോട്ട് കുത്തി ഒലിപ്പിച്ചങ്ങോട്ട് പറഞ്ഞോളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും അത്രയൊന്നും പറയണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇത് അതുപോലെ ആറ്റിക്കുറുക്കി എഴുതിയതാണ്. ഈ ആറ്റിക്കുറുക്കി എഴുതുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ദ ക്രീം അല്ലെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം ആറ്റിക്കുറുക്കി എടുക്കുക എന്നുള്ളത്, അതിൽ ഏറ്റവും നല്ല സത്ത് മാത്രം എടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ എല്ലാ ബഹുമാനവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബെന്യാമിൻ ആടുജീവിതം കേട്ടപ്പോൾ എനിക്ക് ഒന്ന് ക്ലിക്ക് ആയതാണ് കേട്ടോ. നമ്മുടെ ബെന്യാമിൻ സാറിന്റെ അടുത്ത ഒരു ഇന്റർവ്യൂവിൽ ആരോ ചോദിച്ചു എപ്പോഴാണ് എഴുതുക എന്നുള്ളത്. അപ്പൊ പറഞ്ഞത് ഞാൻ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആള് പെന്നും പേപ്പറും വെച്ച് എഴുതുന്ന ആളല്ല. എപ്പോഴും ലാപ്ടോപ്പ് രാവിലെ എണീച്ചാല് കണ്ണ് തുറന്നു കണ്ണട വെക്കും, അതിന്റെ കൂട്ടത്തില് ലാപ്ടോപ്പാണ് അത്ര ഓപ്പൺ ചെയ്യുക ബ്രഷ് ചെയ്യുന്നേക്കാൾ മുമ്പ്. അപ്പൊ അതില് എന്താണോ എഴുതാൻ മനസ്സിൽ തോന്നിയത് ഓടി വന്ന് അതിൽ ടൈപ്പ് ചെയ്തിടും. അപ്പൊ അങ്ങനെ എഴുതി വന്നത് എല്ലാം കൂടി ക്രോഡീകരിച്ച് പിന്നീടാണ് നമുക്ക് ഇത്രയും വലിയ കൃതികളായിട്ടൊക്കെ വായിക്കാനൊക്കെ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഇതും ഈ ചിന്തകളും അതുപോലെയാണ്. വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എത്രയോ നാളുകൾ മനസ്സിൽ തങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളാണ് വന്നതെന്നാണ്. ആശയങ്ങളും ചിന്തകളും, മനസ്സിൽ ഉദിക്കുന്ന ആശയങ്ങളും ചിന്തകളും എന്നൊരു വാക്ക് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഈ മനസ്സിലുദിക്കുക എന്ന് പറയുന്നതൊക്കെ എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണല്ലേ. അപ്പൊ അത് ഈ മനസ്സുദിക്കുമ്പോൾ ഇനിയും എഴുതട്ടെ, ഒരുപാട് എഴുതാനുള്ള എല്ലാ ആശംസകളും നേരെയാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. നമ്മുടെ 1900-ല് 1900-കളിൽ ആദ്യം നമ്മുടെ ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതി വെച്ച ഒരു കഥയുണ്ട്. അതായത് ഷോർട്ടസ്റ്റ് ഷോർട്ട് സ്റ്റോറി ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു സംഭവം. ആകെ 6 വാക്കുകൾ എഴുതൂട്ടോ. അത് ഞാനൊന്ന് പറയാം. ബേബി ഷൂസ് ഫോർ സെയിൽ, നോട്ട് വോൺ. ബേബി ഷൂസ്, ബേബി ഷൂസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഷൂസ്. ഓക്കെ, ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ വിൽപ്പനയ്ക്ക്. നോട്ട് വോൺ എന്ന് പറഞ്ഞാൽ ധരിച്ചിട്ടില്ലാത്തത്. അപ്പോ ഇതില് ഈ അതുവരെയും ധരിച്ചിട്ടില്ലാത്ത ബേബി ഷൂസ് എന്ന് പറയുമ്പോൾ ഒരു നമുക്കത് ഒരുപാട് വ്യാഖ്യാനിക്കാം അല്ലെ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അത്രയും ആറ്റിക്കുറുക്കി എഴുതിയ 6 വാക്കുകൾ മാത്രമാണ്. ലോകത്തിൽ എല്ലാവരും ജനശ്രദ്ധയെ ആകർഷിക്കുകയും ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുകയും ഒരുപാട് ഇപ്പോഴും 1900-ലെ തുടക്കത്തില് 2ാം ലോക മഹായുദ്ധ കാലത്തൊക്കെ സംഭവിച്ചൊരു കാര്യമാണ്. അതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്ത് നോവലുകൾ പോലും ആക്കാവുന്ന ഒരു വലിയ സംഗതിയെയാണ് അങ്ങേരത് ആറ്റിക്കുറുക്കി 6 വാക്കിൽ എഴുതിയത് അല്ലെ. ഒരു അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നമാണ് ഒരു പുതിയ കുഞ്ഞ് ജനിക്കുക, ആദ്യത്തെ കുഞ്ഞ് ജനിക്കുക, ആ കുഞ്ഞിന് വേണ്ടി ഒരു പുതിയ ഷൂസ് വാങ്ങിച്ചു വെക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ധരിച്ചിട്ടില്ലാത്ത ഷൂസ് എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് തന്നെ ആ കുഞ്ഞ് ജനിച്ചില്ല, അല്ലെങ്കിൽ ജനിച്ചതോടെ മരണമടഞ്ഞു എന്നതായിരിക്കും. ആ ജനിച്ച് മരണമടഞ്ഞ കുഞ്ഞിന്റെ ആ ഷൂസ് അച്ഛനമ്മയും ഇന്നും ഓർമ്മയ്ക്ക് എടുത്തു വെക്കുന്നതായിരിക്കും അല്ലെ. ആ ഓർമ്മയ്ക്ക് എടുത്തു വെക്കാതെ അത് വിൽക്കാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ എത്ര ഗതികേടുണ്ടായിരിക്കും. അത് അത്രയും ആ ലോകമഹായുദ്ധ കാലത്തെ
പഞ്ഞം, പട്ടിണി, ധനമില്ലായ്മയൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇതിൽ ഞാൻ വായിക്കാത്തത് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാനിത് ഓരോ വാക്കും വായിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഓരോ വാക്കിലും ഒരു 100 കാര്യങ്ങൾ വേറെ അടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇതിൽ നല്ല ചിന്തയിലൂടെയാണ് നല്ല സംസാരം ഉണ്ടാവുക. അതിലാണ് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭദ്രത. എനിക്ക് ഈ എന്താ പറയുക, ടീച്ചർ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു നല്ല കുട്ടി ഒളിഞ്ഞു കിടപ്പുണ്ട്. എപ്പോഴും ആരും കേൾക്കുമ്പോഴും നമ്മൾ പറയൂലേ, അത്ര നല്ല കുട്ടികളാവേണ്ട കാര്യമില്ല, ഒരു നല്ല കുട്ടി ലേബല് വേണ്ട. പക്ഷെ എന്തോ എവിടെയോ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു നല്ല കുട്ടിയാണ്. അപ്പോൾ മറ്റുള്ളവരിൽ കാണുമ്പോഴും എനിക്ക് എന്താ പറയുക, അവര് കുടുംബത്തിന് നന്നാവണം, കുടുംബത്തിന് നന്നായാലേ സമൂഹത്തിന് നന്നാവുള്ളൂ, അങ്ങനെ ഒരു തോട്ട് എവിടെയോ അങ്ങനെ ഉള്ളില്. ചിലപ്പോൾ വേണമെങ്കിൽ എൻ്റെ അച്ഛമ്മയൊക്കെ എനിക്ക് തോന്നുന്നു കുഴി കുത്തി ഒരു ചെറിയ വിത്ത് പാകി മുളപ്പിച്ചതായിരിക്കാം കേട്ടോ. എനിക്ക് 6 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചതാണ്. അപ്പോൾ അച്ഛമ്മേനൊക്കെ സ്നേഹം കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ അത് ചെയ്യരുത്, ഇത് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും അച്ഛന്റെ സ്നേഹം അല്ലെങ്കിൽ അച്ഛന്റെ സംരക്ഷണം എന്ന് പറയുന്ന ഒരു സംഭവം കുറച്ച് കുറവാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നല്ല കുട്ടി എന്ന് പറയുന്ന സംഭവം എല്ലാവരും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പാകി മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിതിൽ മുഴുവൻ വായിച്ചില്ല, ഇരുന്ന ഇരിപ്പിൽ കുറച്ച് നേരം നോക്കിയല്ലോ, ഓരോന്നിലും ഓരോ നല്ല കുട്ടിക്കുള്ള തോട്ടുകളാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അത് ശരിക്കും ഒരാൾക്ക്, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് അത്രയും നന്മയിലൂടെ കൈമാറ്റം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, അക്ഷരം എന്ന് പറയുന്നത് ക്ഷരമില്ലാത്തതാണ്, നശിക്കാത്തതാണ്. ഈ നശിക്കാത്ത ഓരോ തോട്ടും അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത ഒരാൾക്ക് നമുക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ഇത്രയും വലിയൊരു വിജയം ഇല്ല എന്ന് ഞാൻ പറയും. അപ്പൊ തുടർന്ന് ഉമൈറ എല്ലാ ആശംസകളും. ഇത് നമ്മുടെ എന്താ പറയാ, ചെറുപ്പത്തിലുള്ള ചങ്ങാതിയും കൂടിയാണ്. പിന്നെ ഒന്നായിട്ട് നമ്മളൊക്കെ ബാലൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ച് എൻ്റെ ജൂനിയറാണ്. പക്ഷെ നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് അടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൂടെ തന്നെയാണ് ഉമേറാനെ പരിചയപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഉമേറ എന്റെയും എൻ്റെ ഭാര്യൻ്റെയും ഒക്കെ ഖുർആൻ ക്ലാസ്സിലെ ക്ലാസ്മേറ്റ് ആണ്. എനിക്കൊന്ന് 6-7 വർഷമായി. നമ്മുടെ ഉസ്താദാണ് ഇവിടെ പ്രസംഗിച്ച താജ് ആലുവ, അതിലൂടെയാണ് നമുക്ക് കൂടുതൽ അറിയുന്നത്. ഉമേറനെ പറ്റി പറയുകയാണെങ്കിൽ എന്തെങ്കിലും ആശയങ്ങൾ തോന്നിയിട്ടുണ്ട്, അത് തുറന്ന് ചോദിക്കുന്ന കൂടുതലാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്, പക്ഷെ ആ ഒരു പ്രകൃതമാണ്. അപ്പൊ അത് ഈ എഴുത്തിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ബുക്ക് വായിച്ചിട്ടില്ല, നമ്മളൊക്കെ എല്ലാവർക്കും പലതും എഴുതണം എന്നെല്ലാം തോന്നും. പക്ഷെ പ്രവാസ ജീവിതത്തിൽ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. ആശയങ്ങൾ ഉണ്ടാവും, അത് ആശയങ്ങൾ ബുക്ക് രൂപത്തിലോ എല്ലാം ആക്കാനാണ് വിഷമം. പിന്നെ ഈ കാലത്ത് ബുക്കുകളും കാര്യങ്ങളും വായനകൾ തന്നെ കുറഞ്ഞൊരു സമയമാണ്. എല്ലപ്പോഴും നമ്മളെ ഈ എന്താ പറയാ, വാട്സപ്പും കാര്യവും ചെറിയ ചെറിയ വായിച്ച് കണ്ണുപിടിച്ച് വിടുന്ന ഒരു കാലത്താണ് നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് കൊണ്ടിരിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള ബുക്കുകൾ എഴുതാൻ വേണ്ടിയിട്ട് പ്രചോദനം കിട്ടിയതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇനിയും കൂടുതൽ ബുക്കുകൾ എഴുതണം. മറ്റേ മുമ്പ് പറഞ്ഞ പോലെ പ്രവാസ ജീവിതത്തിൽ എല്ലാവരും മൈനസ് എന്ന് പറയുന്നത് ഒരു ശരിയാണെന്ന് തോന്നുന്നില്ല. നമ്മളൊക്കെ ഒരു 40 വർഷം ഏകദേശം ആളാണ് ഇവിടെ. ഈ പ്രവാസമാണ് നമുക്ക് എല്ലാം തന്നിട്ടുള്ളത്, എല്ലാ കാര്യവും. ഇന്ന് ഈ പ്രവാസം എന്ന് പറയുന്ന ഈ മിഡിൽ ഈസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ കേരളം ഇല്ലാന്ന് തന്നെ പറയാം. ഈ കേരളത്തിൽ കാണുന്ന എല്ലാ നന്മകളും എല്ലാ കാര്യങ്ങളും, ബിൽഡിംഗ് അല്ലെങ്കിൽ നമ്മളുടെ വീടുകളായാലും അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനമായാലും എല്ലാം ഈ കാണുന്ന കാറുകളും എല്ലാം ഈ പ്രവാസം കൊണ്ട് കിട്ടിയതാണെന്നുള്ള നമുക്കൊക്കെ ബോധ്യം ഉണ്ടാകാം. പ്ലസ് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു അതിനെ എല്ലാവർക്കും അവതാക്കട്ടെ. ഞാൻ നിർത്തുന്നു. നമസ്കാരം. എൻ്റെ മോള് ഇങ്ങനെ കുട്ടികളിങ്ങനെ പഠിച്ച് ഇങ്ങനെ കാണാൻ വലിയ ആഗ്രഹം ഒക്കെ ഉയർന്നു വരികയാണ്. ഇനിയും പുസ്തകം എഴുതാനും. പിന്നെ എനിക്ക് വളരെ സന്തോഷമായത്
ഓളെ ഇതിന്നൊരു ചാരിറ്റിയിലേക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞത് അവർക്ക് ഭയങ്കര സന്തോഷം. ഏതായാലും എൻ്റെ ഉപ്പാൻ്റെ ഒരു കൈമൊക്കെ കിട്ടി. എൻ്റെ ഉപ്പ ഇങ്ങനെയല്ല എല്ലാവർക്കും കൊടുക്കുകയും എല്ലാവരോടും നല്ല സ്നേഹത്തോടും നല്ല നിലയിലുള്ള ആ ജീവിതം ഒക്കെ കിട്ടി. അല്ലാതെ എൻ്റെ ഉപ്പാക്കും ഈ സ്വർഗം കൊടുക്കണേ, അമ്മീൻ എൻ്റെ ഹസ്ബൻഡിനും സ്വർഗം കൊടുക്കണേ. Thank you, ma'am. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ള ചെറിയ കുട്ടികളാണ്. എന്നെ എപ്പോഴും വിളിക്കാറില്ല. നടുവട്ടത്തിൻ്റെ ഓരോ പരിപാടിക്ക് ചെയ്തു പോകാൻ പറ്റിയിട്ടില്ല. ഇൻസ്റ്റാൾ കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ ഇനി ആഗ്രഹമുണ്ട്. ഓരോരുത്തരെ പറ്റി പറയാന്ന് വെച്ചാൽ ഭയങ്കര ഇന്നസെന്റ് ആണ്. ഏറ്റവും വലിയ ഓപ്പൺ മൈൻഡഡ് ആണ്, ഭയങ്കര ഇന്നസെന്റ് ആണ്. അപ്പൊ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാനും ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും പുറത്താത്തൊക്കെ കഴിയട്ടെ. അവരെ പിന്തുടരാൻ നമുക്കും അനുഗ്രഹം നൽകട്ടെ. ഞാൻ ഉമേറാനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഉമേറ ഹസ്ബൻഡിന്റെ പെങ്ങൾ മാത്രമല്ല, ഒരു ഫ്രണ്ട് കൂടിയാണ്. എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ഞാനിപ്പോൾ കുറേ കാലം വീട്ടിലിരുന്ന് അതിനുശേഷം ഉമേറാന്റെ ഒക്കെ വാക്കുകൾ കേട്ട് ഞാൻ ഇപ്പോൾ ഒരു ടീച്ചറാണ്. നാട്ടിൽ MES പബ്ലിക് സ്കൂളിൽ ഒരു ടീച്ചറായി വർക്ക് ചെയ്യുകയാണ്. ഉമേറ പറഞ്ഞത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അധികമായും മോട്ടിവേഷനാണ് അതിലുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലും എപ്പോഴും ആ ബുക്ക് വായിക്കുമ്പോൾ നല്ലൊരു ചിന്ത വരും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വാക്കുകൾ അധികരിക്കുന്നില്ല. നമസ്കാരം. അസ്സലാമു അലൈക്കും. Yeah.